നമ്മൾ കുളത്തൂപ്പുഴയിൽ നിന്ന് മടത്തറ പോകുന്ന റൂട്ടിൽ അരിപ്പ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ അരിപ്പയിൽ ചെന്നിട്ട് അവിടുത്തെ എണ്ണപ്പന വഴി കയറി മുകളിൽ ചെല്ലുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു പാറയുടെ മുകളിലാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ വ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ അമ്പാടി മോനും കൂടെ ഇന്നൊരു യാത്ര പോവുകയാണ്. കുളത്തൂപ്പുഴ കടമാങ്കോടെന്ന് പറയുന്ന മനോഹരമായൊരു സ്ഥലമുണ്ട്. പോകുന്ന വഴിയിലെ മനോഹരമായൊരു വനമാണ് അവിടെ. നല്ലൊരു അമ്പലവും നല്ല സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. അമ്പാടി ഹായ് പറ. ഈ പോകുന്ന വഴിക്ക് ആരണ്യ ഗാർഡൻ എന്ന് പറയുന്നൊരു നഴ്സറി ഉണ്ട്. ഇതാണ് ആരണ്യ ഗാർഡൻ. ഇത് തോട്ടമുക്ക് ഭാരതീപുരത്താണ്. നമ്മൾ ഏരൂർ നിന്ന് കുളത്തൂപ്പുഴ പോകുന്ന വഴിക്ക് കാണാം. പെട്രോൾ പമ്പിൻ്റെ എതിർ സൈഡിലായിട്ട്. ഇവിടെ കൂടുതലും ചെടിയല്ല ഉള്ളത്, കൂടുതലും പഴം പിടിക്കുന്ന തൈകളാണ്. ഇന്ന് ഫ്രൂട്ട്സിൻ്റെ തൈകളും അതേപോലെ ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളും എല്ലാം ഉണ്ട് ഇവിടെ. ഇതിലെ പോകുന്നവരിവിടെ കയറിയാൽ നല്ല ലാഭത്തിൽ ലഭിക്കും. അതുമാത്രമല്ല ഒരു പറ്റിപ്പൊന്നുമില്ല. നല്ലൊരു ഞങ്ങൾ വർഷങ്ങൾ കൊണ്ടേ വരുന്ന ഒരു നഴ്സറിയാണിത്. കടമാങ്കോട് പോകുന്നതിന് വേണ്ടി ഞങ്ങളിപ്പോൾ ഏഴംകുളം എന്ന് പറയുന്നൊരു ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. കുളത്തൂപ്പുഴ പോകുന്ന വഴി കടമാങ്കോട് ക്ഷേത്രത്തിൻ്റെ ആർച്ചാണ് ആ കാണുന്നത്. ആ വഴിയാണ് കടമാങ്കോട് പോകുന്നത്. അങ്ങനെ കടമാങ്കോട് വനത്തിൽ ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ ഇടത്ത സൈഡിലായി നമ്മുടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് കാണാം. ഫോറസ്റ്റ് ഓഫീസ്. കാലാവസ്ഥ തന്നെ ഇപ്പം മാറി. ഇവിടെ എത്തിയപ്പോൾ കാലാവസ്ഥ തന്നെ നല്ല തണുപ്പായി. രണ്ട് സ്ഥലത്തും മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം ഇവിടെ ഒരു പ്രത്യേക ഒരു പ്രകൃതി സൗന്ദര്യമാണ്. ഞങ്ങൾ കടമാങ്കോട് വനത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മളിവിടെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ വണ്ടി ഓടിച്ചു പോകാൻ. കാരണം നല്ല വളവുകൾ, കയറ്റങ്ങൾ, അതുപോലെ തന്നെ പന്നിയെപ്പോലുള്ള ജീവികളെല്ലാം പുറത്തു ചാടാൻ ചാൻസ് ഉണ്ട്. വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ. നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലത്തൂടെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അങ്ങോട്ട് കാണിയിട്ടാൻ പറ്റും. ഇതിലെ കുറച്ച് ബസ്സുകൾ മാത്രമാണ് ഉള്ളത്. ഒരു ബസ് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. കടമാങ്കോട് അഞ്ചൽ അറക്കൽ വഴി പോകുന്ന ഒരു ബസ്സാണ് ഇപ്പം പോയത്. ഞങ്ങൾ കടമാങ്കോട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായിരിക്കുകയാണ്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായി. ഈ സമയത്ത് പോലും ഒരു ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ, നല്ല തണുപ്പായി. കടമാങ്കോട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വളരെ പേരുകേട്ട ഒരു ക്ഷേത്രമാണ് കടമാങ്കോട് ശിവക്ഷേത്രം. ഇവിടെ വലിയ ഉത്സവമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ കാടിൻ്റെ നടുക്കുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഇവിടെ ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. ശിവക്ഷേത്രത്തിനെ ഞങ്ങൾ വരച്ച് വീണ്ടും ഞങ്ങൾ റോഡിലെത്തി. കടമാങ്കോട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂൾ കടമാങ്കോട്. അത് കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ്. ഇത് ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രമാണ്. കടമാങ്കോട് വനത്തിനകത്ത് തന്നെയുള്ള മരുതിമൂടെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്.
മനോഹരമായ ഒരു സ്ഥലവും നല്ല ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവുമാണ് ഇവിടെ. എണ്ണപ്പനത്തോട്ടമാണ്. ഇനി ഇവിടുന്ന് നല്ലൊരു പാറയുടെ ഒരു വ്യൂ ഉണ്ട്, അതൊക്കെ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാം. നല്ല മനോഹരമായൊരു വെള്ളച്ചാട്ടം, എന്ത് രസം. എണ്ണപ്പനയുടെ നടുവിലായാണിത്. നമ്മുടെ ഈ എണ്ണപ്പനയ്ക്കകത്ത് തന്നെയാണ്. എന്ത് രസമാണ് കാണാൻ. നല്ല പ്യുവർ വാട്ടർ, ഒരു കെമിക്കലും ഇല്ലാത്ത നല്ല വെള്ളവും നല്ലൊരു എണ്ണപ്പനയുടെ നടുവിൽ കടമാങ്കോട് എത്തിയപ്പോൾ ഇവിടെ ഒരു നല്ലൊരു പാറയുടെ വ്യൂ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോഴത് കണ്ടിട്ടൊരു ഫാമിലി ഇങ്ങനെ വന്ന്, അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കും എങ്ങനെയുണ്ട് ഇത്? നല്ല കാണാനൊക്കെ നല്ല ഒരു പാറയാണ്. ഇവിടുത്തെ സീതപ്പാറ എന്നാണ് ഇപ്പൊ പാറ അറിയപ്പെടുന്നത്. സീതപ്പാറ അങ്ങനെയാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അങ്ങനെ കേട്ടിട്ടുള്ളൂ. നിങ്ങളിവിടെ ആദ്യമായിട്ടല്ലേ? നമ്മളിവിടെ ആദ്യമായിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ സ്ഥലം പാലോടാണ് സ്ഥലം. പാലോട് നല്ല മനോഹരമായ സ്ഥലമല്ലേ? ഈ എണ്ണപ്പന സെന്ററിൽ തൊട്ടടുത്ത് വനത്തിനോട് ചേർന്നാണ് ആ പാറ നിൽക്കുന്നത്. ഇതിന് മറു സൈഡൊക്കെ ചണ്ണപ്പെട്ട ആ സ്ഥലം വരും. പിന്നെ മുകളിൽ കയറിയുന്ന ചുറ്റുപാടും കുന്നും അതൊക്കെ കാണാം. മക്കളെ കൊള്ളാമോ? ശരി ഓക്കെ, വളരെ സന്തോഷം. എന്തോ പേരെന്തോ? അജിത്ത്. ഓക്കെ. എൻ്റെ ചേഴക്കാരനും എൻ്റെ മോനും രണ്ടുപേരും കൂടി ഈ പാറയിലോട്ട് കയറി വരുവാണ്. ഈ പാറ നല്ല കയറ്റമാണ്. ഈ പാറയുടെ മുകളിൽ നോക്കി കഴിഞ്ഞാലേ നല്ല അക്കരെ കണ്ടൊരു നല്ലൊരു വനം, അതുപോലെ നല്ല രസമാണ്, നല്ല കുളിർക്കാറ്റും. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ കുളത്തൂപ്പുഴ വനത്തിൻ്റെ ഒരുപാട് ഏറിയ നമുക്കിവിടെ നിന്ന് തന്നെ കാണാം. അങ്ങ് അഗസ്ത്യാർകൂടം വരെ ഉള്ള സ്ഥലങ്ങൾ, പൊന്മുടി അവിടം വരെ ഇത് കാണാം. കുളത്തൂപ്പുഴ വനത്തിൻ്റെ ഒരുപാട് നല്ല ഭാഗങ്ങളാണ് അതെല്ലാം. ഇത് കണ്ടോ സുഹൃത്തുക്കളെ, ഈ പാറ ഇപ്പം വീഴുമെന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. ഈ മരം അതിനെ പിടിച്ചു നിർത്തിയേക്കുവാന്ന് തോന്നുന്നു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ആ മരത്തിൻ്റെ ഒരു ഇത് കണ്ടോ, ഒരു ഭയങ്കര ബലമുള്ളൊരു മരം. ആ പാറയുടെ അടിഭാഗമെല്ലാം മറ്റു പാറകളെല്ലാം ഇങ്ങനെ തകർന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല മനോഹരമായ നല്ല പുൽത്തകിടികൾ, നോക്കേ, നല്ല പുൽത്തകിടികൾ, മൊത്തം ഒരു പച്ചപ്പ് തന്നെ. പാറയുടെ മുകളിലാണെന്ന് പറയത്തില്ല, അത്രയ്ക്ക് നല്ല പച്ചപ്പ്. എല്ലായിടത്തും പുൽത്തകിടികൾ. ഇവിടെ ഈ ചെവിയനൊക്കെ ഉണ്ട്, മുയലൊക്കെ പോയേക്കുന്ന വഴികളുണ്ട്. അതേപോലെ ചെറിയ ചെറിയ ഒരുപാട് ജീവികളുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് കാട്ടു ചെവിയനൊക്കെ കയറിയേക്കുന്ന പോയേക്കുന്ന വഴികളൊക്കെ ഉണ്ട് ഇവിടെ. എന്ത് രസം, പൂക്കളും, അടിപൊളി സ്ഥലം. ഇതിൻ്റെ മുകളിലെത്തിയപ്പോഴേ നല്ല വിശാലമായ സ്ഥലം, ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട്. അതേപോലെ ആ കാണുന്ന മല എനിക്ക് തോന്നുന്നത് നമ്മൾ കുളത്തൂപ്പുഴ ഡാലിയിൽ പോകുന്ന, ഡാലിയെല്ലാം കഴിഞ്ഞ് പോകണം. നമ്മൾ കുളത്തൂപ്പുഴയിൽ നിന്ന് മടത്തറ പോകുന്ന റൂട്ടിൽ അരിപ്പ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ അരിപ്പയിൽ ചെന്നിട്ട് അവിടുത്തെ എണ്ണപ്പന വഴി കയറി മുകളിൽ ചെല്ലുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു പാറയുടെ മുകളിലാണ്. എനിക്ക് തോന്നുന്നത്, ഞാൻ അവിടെ പോയിട്ടുണ്ട്, അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ വ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്ഥലമാണെന്നാണ് തോന്നുന്നത്. വളരെ മനോഹരമായ സ്ഥലം. അതേപോലെ ആ സൈഡ് കാണുന്നത് അവിടെയാണ് നമ്മുടെ ചണ്ണപ്പെട്ട കുടുക്കത്ത് പാറയും ഒക്കെ ആ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ അഞ്ചൽ നിന്ന് ഓന്തുവച്ച വരുന്ന റൂട്ടാണ് അവിടെ, ആ ഭാഗം. കണ്ടിട്ട് അടിപൊളിയല്ലേ? ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ചുറ്റാറങ്ങി എന്ത് സ്ഥലമാണെന്ന് നോക്കിയാണ് 4 സൈഡ് ഇങ്ങനെ കറങ്ങി കാണാണ്ട് മനോഹരം. എത്ര പറഞ്ഞാലും തീരാത്ത അത്ര സൂപ്പർ സ്ഥലം. അമ്പാടിക്കങ്ങ് വളരെ ഇഷ്ടപ്പെട്ട്. എണ്ണപ്പനത്തോട്ടവും മനോഹരമായ പാറയും ആ ബാക്കിൽ കാണുന്ന മലനിരകളൊക്കെ കണ്ടോ, എന്ത് രസമല്ലേ? ഞങ്ങളങ്ങനെ മലയുടെ മേളിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മാമൻ ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു ഗ്രാമ പശ്ചാത്തലത്തിൽ നല്ല ചായ. അങ്ങനെ ആ കടയിൽ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നത്.